ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2025 മോഡൽ ഹോണ്ട ആക്ടിവ 110 ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയിരിക്കുന്ന ടൂ വീലർ ആക്ടിവയാണ്. 2025 വന്നപ്പോൾ കാലത്തിനൊത്ത മാറ്റം എന്ന രീതിയിൽ അത്യാവശ്യം വേണ്ട ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് 2025 മോഡലിൽ വന്നിരിക്കുന്നത്, അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഹോണ്ട ആക്ടിവ 2025 എത്തിയപ്പോൾ ഒറ്റ നോട്ടത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ വാഹനത്തിൽ വന്നിട്ടില്ല. ആ ഒരു സെയിം ഡിസൈൻ പാറ്റേൺ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ട ചേഞ്ചസ് ഈ ഒരു വാഹനത്തിൽ ഹോണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോൾ 1 by 1 ആയിട്ട് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് പുതിയൊരു ഡിസൈനിൽ കൊടുത്തിരിക്കുന്നു. LED ഹെഡ്ലൈറ്റുകൾ തന്നെയാണ്. പഴയ ആക്ടിവയിലും LED ഹെഡ്ലൈറ്റുകളായിരുന്നു. അതിനോട് താഴെയായിട്ട് ഒരു DRL ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ലോങ്ങിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്താണ് DRL നമുക്ക് വിസിബിൾ ആവുള്ളൂ. നൈറ്റിലും അത്യാവശ്യം വിസിബിൾ ആവും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ആക്ടിവയുടെ ഒരു സ്റ്റീൽ ഫിനിഷ് കാണാം. ഇവിടെ ഹോണ്ട എന്ന് പറഞ്ഞൊരു ബാഡ്ജും കൊടുത്തിരിക്കുന്നു. ആക്ടിവയുടെ ഒരു അഡ്വാൻറ്റേജ് കംപ്ലീറ്റ്ലി മെറ്റൽ ബോഡിയാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ നമ്മളുടെ ക്രാഷ് കാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് വശം മെറ്റലും ബാക്ക് വശം ഈ ഒരു പോർഷൻ ഫൈബർ പോർഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്കൊരു റിഫ്ലക്റ്റേഴ്സ് കാണാം. ഇപ്പോൾ ആക്ടിവയിൽ നമുക്ക് അലോയ് വീലുകൾ കൊടുത്തിട്ടുണ്ട്. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 90/12 ഇഞ്ചിൻ്റെ ടയറുകളാണ് വരുന്നത്. ട്യൂബ്ലെസ് ടയറുകളാണ്. ഈ വാഹനത്തിൽ 110cc എല്ലാ വാഹനങ്ങളിലും നമുക്ക് കോംബി ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഹോണ്ട ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സൊന്നും തന്നെ വരുന്നില്ല. നമുക്കിവിടെ അകത്തായിട്ട് ഇവിടെ ഒരു ഹുക്ക് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാഹനത്തിൽ താഴെ നമുക്കിവിടെ ഒരു ഹുക്ക് കാര്യങ്ങൾ കാണാവുന്നതാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലഗേജ് ക്യാരിങ് സ്പേസാണ്. പലരും ചോദിക്കുന്നതൊക്കെ ഗ്യാസ് ഊറ്റി പോകുന്നു. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഗ്യാസ് ഊറ്റി പോകുന്നതാണ് തോന്നുന്നത്. പിന്നെ നമുക്കിവിടെ സൈഡ് സ്റ്റെപ്പിനായിട്ട് ഒരു ഗ്രിപ്പ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കാലൊക്കെ പൊള്ളാണ്ടിരിക്കാനായിട്ട് സൈലൻസറിന് അവിടെ ഒരു ഗാർഡ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഈ ഒരു സ്റ്റീൽ ഗാർഡ് ഇതിനകത്ത് ആക്സസറീഡ് ചെയ്തിരിക്കുന്നതാണ്. ആക്റ്റീവ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. ബാക്കിൽ ടയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 90/110 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ 12 ആണെങ്കിൽ ബാക്കിൽ 10 ഇഞ്ചിൻ്റെ ടയറുകളാണ് കൊടുത്തിരിക്കുന്നത്. അതും അലോയ്സ് ആണ് വരുന്നത്. കോംബി ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഈ വശത്ത് ഇവിടെയും കാണാവുന്നതാണ്. ബാക്കിലേക്ക് ആ കോംബി ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഹോണ്ട ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ടെയിലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു പഴയ ഡിസൈനിൽ തന്നെയാണ് ടെയിലൈറ്റ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോപ്പ് ലൈറ്റ് 2 വശങ്ങളായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഗാർഡ് ഇതിനകത്ത് ആക്സസറി ആയിട്ട് വരുന്നതാണ്. അതിനകത്ത് ആക്റ്റീവ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്ക് റിഫ്ലക്ടർ കാണാം. ഇവിടെയാണ് നമ്മുടെ നമ്പർ പ്ലേറ്റ് വരുന്നത്. ഫ്യൂവൽ ലിഡ് നമുക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. 5.2 ലിറ്ററാണ് ആ ഒരു ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഈ വശങ്ങളിലേക്ക് വന്നാലും നമുക്കിവിടെ ആക്റ്റീവ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. നമുക്കിവിടെ ഒരു ഫുഡ് റെസ്റ്റ് സാധാരണ ഈ വാഹനങ്ങളിൽ വരുന്നുണ്ട്. അത് ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്യുന്നതാണ്. ഈ വേരിയൻറ്റിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. ESP ടെക്നോളജി പുതിയ ആക്റ്റീവ 110ലും Dio 110ലും ഹോണ്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബേസിക്കലി അത് നമ്മളുടെ ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ടിൻ്റെ ഓപ്ഷനാണ് ഉദ്ദേശിക്കുന്നത്. മൈലേജ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. സൈഡ് സ്റ്റാൻഡ് ഇതിനകത്ത് വരുന്നതല്ല. സൈഡ് സ്റ്റാൻഡ് പ്ലസ് സ്റ്റാൻഡിലെ ഒരു എൻജിൻ കട്ട് ഓഫിൻ്റെ ഓപ്ഷനും നമുക്ക് ആക്സസറി ആയിട്ട് ഷോറൂമിൽ നിന്ന് ചെയ്യുന്നതാണ്. മറ്റ് ഡിഫറൻസിലേക്ക് വന്നാൽ ഇവിടെയാണ് മേജറായിട്ടുള്ള ഡിഫറൻസ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. നമുക്കിവിടെ ചെറിയൊരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു Type C ചാർജിങ് പോർട്ടിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഗ്രിപ്പ് ഇതിനകത്ത് വരുന്നതല്ല, അതും ആക്സസറൈഡ് ചെയ്യുന്നതാണ്. നമുക്ക് ബട്ടൺസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഹെഡ്ലൈറ്റിൻ്റെ പാസ്, ഹൈ ബീം ആൻഡ് ലോ ബീമിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു ജോയ്സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ളതാണ്. ഇതാണ് മേജറായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഒരു TFT ഡിസ്പ്ലേ ആണ് ഇപ്പോൾ ഇതിനകത്ത് വരുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒരു ബട്ടൺ കാണാം. ഇവിടെ ഹോൺ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് നമ്മുടെ ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നമ്മളുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ബട്ടണും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം. നമ്മുടെ മീറ്റർ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കളർ TFT ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 110cc വാഹനങ്ങൾ ആദ്യമായിട്ടായിരിക്കും RPM മീറ്റർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് RPM മീറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ സ്പീഡോമീറ്റർ കാണാം. ഫ്യൂവലിൻ്റെ ഇൻഡിക്കേഷൻ കൊടുത്തിരിക്കുന്നു. പിന്നെ ടോട്ടൽ കിലോമീറ്റർ എത്ര ഓടി, ആവറേജ് ടൈം, പിന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ചധികം ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നൈറ്റിലേക്ക് വരുന്ന സമയത്ത് ഇത് ഡാർക്ക് മോഡിലേക്ക് ചേഞ്ച് ആവുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൽ ഇത് അടച്ചു പിടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡാർക്ക് മോഡ് ചേഞ്ച് ആയത് കാണാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് രാത്രി ആവുന്ന സമയത്ത് ഡാർക്ക് മോഡിലേക്ക് ചേഞ്ച് ആകും. പിന്നെ ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് കൺട്രോൾ ചെയ്യുന്നത് ഈ ജോയ്സ്റ്റിക്സ് ഉപയോഗിച്ചാണ്. ഇത് നമുക്ക് ഇങ്ങനെ വശങ്ങളിലേക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്യൂവലിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് അറിയാനായിട്ട് പറ്റും. അതിന് താഴെയായിട്ട് നമുക്ക് ട്രിപ്പ് A ട്രിപ്പ് B സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്ക് ഇതിൻ്റെ
സെറ്റിങ്സ് ആണ്. സെറ്റിങ്സിൽ ഇതിനകത്ത് കുറച്ച് ഫംഗ്ഷൻസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ട്രിപ്പ് അത് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു, ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യാൻ, ജനറൽ ആൻഡ് സർവീസിൻ്റെ ഇൻഫർമേഷനാണ് വരുന്നത്. അങ്ങനെ ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷനും ഈ ഒരു മീറ്റർ കൺസോളിൽ ഹോണ്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴേക്ക് വന്നാൽ നമ്മുടെ കീ ഹോൾ കാണാം. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ആ പഴയ ഓപ്ഷനോട് കൂടിയ 2 കീ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്യാനും ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വാഹനം 3 ഓപ്ഷനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഈ ഒരു പൊസിഷനിലാക്കിയതിന് ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് കാണാം. ഇതിനകത്ത് നമുക്ക് വരുന്നത് ഒരു ഹാഫ് സൈസ് ഹെൽമെറ്റ് ഫുള്ളി ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിനകത്തുള്ളൊരു സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 18 ലിറ്ററാണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത്. എല്ലാ 110cc 125cc വാഹനങ്ങളിലും വരുന്നത് ഈ ഒരു സൈസാണ്. ഇനി ഈ സീറ്റിൻ്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ എല്ലാ 110 വാഹനങ്ങളിലും 692 mm ആണ് ഈ സീറ്റിൻ്റെ ലെങ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ പഴയ ആക്റ്റീവ തൊട്ട് സിമിലർ ആയിട്ടാണ് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ 162 mm 162 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നമ്മളുടെ ആക്റ്റീവയ്ക്ക് ഹോണ്ട കൊടുത്തിരിക്കുന്നത്. ഇനിയും ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്തു. ആക്റ്റീവ 110 സേഫ്റ്റി ഫീച്ചറായിട്ട് പറയാവുന്നത് നമുക്ക് കോംബി ബ്രേക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ടെന്നുള്ളത് മാത്രമാണ്. ABS പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇപ്പോഴും ഹോണ്ട ഈ 110cc വാഹനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ നമുക്ക് അഡീഷണലി ആക്സസറി ആയിട്ട് സൈഡ് സ്റ്റാൻഡ് ചെയ്യുമ്പോൾ അതിനകത്ത് സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫിൻ്റെ ഓപ്ഷനും കൂടി നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. എഞ്ചിനെ കുറിച്ചൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല. 110cc എഞ്ചിനാണ്. 7.87 bhp എടുത്ത് പവർ വരുന്നൊരു എഞ്ചിനാണ്. ഇതിലിപ്പോൾ 2022 അപ്ഡേറ്റിന് ശേഷം ഫ്യൂൽ ഇഞ്ചക്ഷനാണ് വരുന്നത്. 2025 വന്നപ്പോൾ ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് സിസ്റ്റം ആഡ് ആയതുകൊണ്ട് മൈലേജിൽ അത്യാവശ്യം ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കമ്പനി ക്ലെയിം ചെയ്യുന്നത് 66 km/ലിറ്റർ ഒക്കെയാണ്. റിയൽ ലൈഫിൽ ഒരു 58-നും 60-നും ഇടയ്ക്കൊക്കെ നമുക്ക് ആവറേജ് മൈലേജ് പുതിയ 110cc ആക്റ്റീവയ്ക്കാണെങ്കിലും ഡിയോയ്ക്കാണെങ്കിലും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ വാഹനത്തിൻ്റെ ഓവറോൾ വെയിറ്റ് വരുന്നത് 109 kg ആണ്. 2025 വന്നപ്പോൾ ആക്റ്റീവയുടെ പ്രൈസിൽ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 3 വേരിയൻറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വേരിയൻറ്റ് നമ്മുടെ സ്റ്റാൻഡേർഡ് വേരിയൻ്റ് ആണ്. അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,10,000 രൂപയാണ്. ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വേരിയൻറ്റ് ഇതിൻ്റെ സെക്കൻഡ് വേരിയൻ്റ് DLX വേരിയൻ്റ് ആണ്. ഈ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇപ്പോൾ 1,18,000 രൂപയാണ്. ടോപ്പ് എൻഡ് വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ DLX സ്മാർട്ട് എന്നാണ് പറയുന്നത്. അതിനകത്തൊരു സ്മാർട്ട് കീ ആണ് അഡീഷണൽ ആയിട്ട് വരുന്നത്. ആ വേരിയൻറ്റിന് 1,21,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ഇപ്പോൾ നിങ്ങൾക്ക് ആ സ്മാർട്ട് കീയുടെ ഓപ്ഷൻ ഒന്നും വേണ്ട എങ്കിൽ ബെസ്റ്റ് വേരിയൻറ്റ് DLX വേരിയൻ്റ് ആയിരിക്കും. 2024 മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 9,000 രൂപയുടെ അടുത്താണ് ഈ വാഹനത്തിന് കൂടുതൽ വന്നിരിക്കുന്നത്. 9,000 രൂപയ്ക്ക് വെർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ആക്റ്റീവയിൽ ബേസിക് ആയിട്ടുള്ള ആക്സസറീസ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. ഈ ആക്സസറീസ് ഒരു കോംബോ കിറ്റായിട്ടാണ് വരുന്നത്. ഇതിന് 5,370 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ആക്സസറി കിറ്റിൽ വരുന്ന കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്റ്റീൽ ഗാർഡ് വരുന്നുണ്ട്, സീറ്റ് കവറ്, പിന്നെ നമുക്ക് നമ്മുടെ ഹാൻഡിൽ ഗ്രിപ്പ്, സൈഡ് സ്റ്റാൻഡ് വിത്ത് അതിൻ്റെ ആ ഒരു എഞ്ചിൻ കട്ട് ഓഫിൻ്റെ ഫീച്ചറും കൂടി അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ബസർ, ഈ വശങ്ങളിൽ കാണുന്ന ഹുക്ക്, ഫ്ലോർ മാറ്റ്, ഫുഡ് റെസ്റ്റ്, ഇത്രയും സംഭവങ്ങളാണ് ഈ 5,370 രൂപയ്ക്ക് നിങ്ങൾക്ക് ആക്സസറി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അത് ഇൻഡിവിജ്വലി ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഈ ഒരു കോംബോ എന്നുള്ള രീതിയിൽ അത് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഹോണ്ട 2 വീലർ റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. പുതിയ വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.